ഇപ്പോൾ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ആദ്യത്തെ 100 റാങ്കിനകത്തും നമ്മൾ മലയാളികളില്ല എന്ന് പറയുന്നതിൽ ശരിക്കും അഭിമാനിക്കുകയാണോ അല്ലെങ്കിൽ തലയിൽ മുണ്ടിടാണോ നമ്മൾ വേണ്ടത്? ഇനി വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് നടക്കാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാം അല്ലെ. ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മളൊരു വിലയിരുത്തൽ നടത്തും. ഈ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു, ഈ പരീക്ഷയിൽ ഞാൻ പഠിച്ചതെല്ലാം വന്നിട്ടുണ്ട്, ന്യൂമറിക്കൽസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള ആൻസേഴ്സ് പല കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ശരിക്കും നമ്മൾ പറ്റിക്കപ്പെടുകയല്ലേ? പരീക്ഷയൊക്കെ നല്ല രീതിയിൽ നടന്നു എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എളുപ്പത്തിൽ നമ്മൾക്ക് ഏറ്റവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന പരീക്ഷയാണ് നമ്മളിപ്പം നല്ല പരീക്ഷ എന്ന് വിളിക്കുന്നത്. പലരും അങ്ങനെ വിളിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷയിലെ ക്വാളിറ്റി ഇൻക്രീസ് ആവുന്ന സമയത്താണ് നമ്മളുടെ ക്വാളിറ്റി ഇൻക്രീസ് ആവുന്നത്. നാഷണൽ ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ആദ്യത്തെ 100 റാങ്കിനകത്തും നമ്മൾ മലയാളികളില്ല എന്ന് പറയുന്നതിൽ ശരിക്കും അഭിമാനിക്കുകയാണോ അല്ലെങ്കിൽ തലയിൽ മുണ്ടിടാണോ നമ്മൾ വേണ്ടത്? ശരിക്കും തലയിൽ മുണ്ടിടണം എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മൾക്കതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥാനം എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായം മുതലേ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ മുതൽ സെറ്റ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. ഓരോ കുട്ടിയോട് ചോദിക്കുന്ന സമയത്തും, ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട് നീറ്റ് എന്താണ്, JEE എന്താണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായി ധാരണയുള്ള കുട്ടികളാണ്. എന്നാൽ നമ്മുടെയൊക്കെ ധാരണ എവിടെയാണ് നിൽക്കുന്നത്? ശരിക്കും ഒന്നിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് മാറ്റം കൊണ്ടുവരേണ്ടത്, നമ്മൾ തന്നെയാണ് മാറ്റമാവേണ്ടത്. അതുകൊണ്ട് മക്കളെ, ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇപ്പം കഴിഞ്ഞിട്ടുള്ള ഓണപരീക്ഷ പല രീതിയിലായിരിക്കും നിങ്ങളുടെ സ്കൂൾ നടത്തിയിട്ടുണ്ടായിരിക്കാം. ഏജൻസി ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടായിരിക്കും, ടീച്ചേഴ്സ് തന്നെ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് എന്താക്കിയത്, പരീക്ഷ നടത്തിയത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇനി വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് നടക്കാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാം അല്ലെ. അതാണ് ആദ്യമായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സെൻട്രലൈസ്ഡ് എക്സാം എന്ന് പറയുന്നത്. ഈ പരീക്ഷയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കുന്ന, അത്യാവശ്യം ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞ് മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഈ പരീക്ഷയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ അതിനൊരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമുക്ക് വേണ്ട കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. ഒരു ഓവർനൈറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ ജഗന്നാഥൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് ധാരാവി മുഴുവൻ ഒഴിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല മക്കളെ. അപ്പം ഒറ്റ രാത്രി കൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്ററും, ഫിസിക്സിലെ 14 ചാപ്റ്ററും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലെ മാത്സിലെ 14 ചാപ്റ്ററൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടേണ്ടി വരും അല്ലേ. നിങ്ങൾ വല്ല ചന്ദ്രയോ അല്ലെങ്കിൽ വല്ല ചാത്തനൊക്കെ ആയിട്ട് മാറേണ്ടി വരും. എന്നാൽ ഒറ്റ രാത്രിയോട് നിങ്ങളെ കൊണ്ട് പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഇത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, സമയമുണ്ട്, നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മക്കളെ, ഒന്നും ആരും വേണ്ടി കാത്തിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സോ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, നമ്മുടെ റേസ് നടത്തുന്ന ഡെയിലി ലൈവ് ക്ലാസ്സുകൾ പലരും ചോദിക്കാറുണ്ട്, പരീക്ഷാ സമയത്ത് മാത്രമല്ല ഈ ലൈവൊക്കെ പോകാറുള്ളത്, എന്തിനാണ് എല്ലാ സമയങ്ങളും നിങ്ങളിങ്ങനെ ലൈവൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഇവർക്ക് എന്താ പ്രാന്താണോ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ലൈവൊക്കെ കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരു 3 ലൈവൊക്കെ കൊടുത്ത് എന്തിനാണ്? പരീക്ഷ എടുക്കുന്ന സമയത്ത് ലൈവ് കൊടുത്താൽ പോരെ? വിദ്യാർത്ഥികളെ പോലെ തന്നെ ഞങ്ങളും, അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികളെ പോലെ തന്നെ ഞങ്ങളും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ പരീക്ഷാ സമയത്ത് മാത്രം ചെയ്യേണ്ടതാണോ ഈ പഠനം എന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? നമ്മുടെ റേസ് ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എല്ലാ ദിവസങ്ങളിലും നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്, എല്ലാ ദിവസങ്ങളിലും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതാണോ, അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്ത് മാത്രം നമ്മൾ കൊടുക്കുന്ന കുറച്ച് എഫേർട്ടാണോ നമ്മളെ മുമ്പോട്ടേക്ക് എത്തിക്കുക? നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക അല്ലേ. നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമല്ലോ ഏതാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം.